നീതി തേടി പുതിയ സർക്കാരിനെ സമീപിക്കുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യ 24-നോട് വീഴ്ച വരുത്തിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണുമെന്നും സുമയ്യ പറയുകയാണ്. ഈ കോഴിക്കോട് ഹർഷീനയെ പോലെ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ ഒരു സംഭവം ഒരു വർഷം മുൻപാണ് 24 വാർത്തയാക്കിയത്. സുമയ്യ എന്ന യുവതി കുറെ നാളുകളായി ഈ ഗൈഡ് വയർ ഇപ്പോഴും അവരുടെ ശരീരത്തിൽ തന്നെ, അവരുടെ നെഞ്ചിൽ തന്നെ ഉണ്ട്. അതിന്റെ പേരിൽ അന്വേഷണം നടക്കുകയും പിന്നീട് അതെങ്ങും എത്താതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സുമയ്യ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗൈഡ് വെയർ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമം നടത്തിയായിരുന്നു മെഡിക്കൽ കോളേജിൽ. പക്ഷെ എടുക്കാൻ പറ്റില്ല, ശരീരമായിട്ട് ഒട്ടിപ്പോയത്. ഇപ്പോഴും അത് ഉള്ളിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ പ്രശ്നം എന്താ? ഇത് ഉള്ളിലിരിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നം. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ചികിത്സയൊക്കെ നടത്തുന്നത്? എനിക്ക് ശ്വാസം മുട്ട കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോവും, കാണിക്കും. ഇപ്പോഴും മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്ക് കാലിൽ നീരൊക്കെ ഉണ്ടാവും. ഒരുപാട് നടക്കാനൊന്നും പറ്റില്ല, കിതപ്പ്, ആ ഒരു ബുദ്ധിമുട്ട്. ഇതിന് ശേഷമാണ് ഈ ഒരു അതിന് മുന്നേ എനിക്ക് ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം മെഡിസിൻ വാങ്ങിക്കാൻ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതിന്. അപ്പം ഇപ്പോഴും ഒരുപാട് ഈ പറയുന്ന വലിയ അന്വേഷണമൊക്കെ നടത്തി, ഡോക്ടർക്കെതിരെ അടക്കം പോലീസ് അന്വേഷണം നടത്തി, പക്ഷെ ഇതെങ്ങും എത്തിയില്ല. ഇല്ല, എനിക്ക് ഇതുവരെയ്ക്കും നീതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആരും എന്നെ ഇതുവരെയ്ക്കും അന്വേഷിച്ചിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെയ്ക്കും എടുത്തിട്ടില്ല. കുറ്റക്കാരെ ആരാണെന്ന് മുന്നിൽ കൊണ്ടുവന്നിട്ടുമില്ല. ഇപ്പോഴും രാജീവ് കുമാർ എന്ന ഡോക്ടർ ഇപ്പോഴും സർവീസിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് വന്നതുപോലെ നാളെ വേറൊരാൾക്ക് ഇനി ഇത് സംഭവിക്കാം. ആ സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു, മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാണുമോ? മന്ത്രിയെ കാണാൻ പോകും. എനിക്ക് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് നീതി ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും ഞാൻ മന്ത്രിയെ കാണാൻ പോകും. ഈ ആവശ്യം കുറ്റക്കാരായ ഡോക്ടറെ അല്ലെങ്കിൽ അതിന്റെ പിഴവ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് കണ്ടെത്തുകയാണ്. ഇതുവരെയ്ക്കും സർക്കാർ ഇതുവരെയ്ക്കും അത് മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടില്ല, തെളിയിച്ചിട്ടില്ല. എന്തായാലും ഇനിയെങ്കിലും എനിക്ക് നീതി വേണം. കോടതിയിൽ ഒരു ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കോടതിയിൽ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് വിളിക്കും. ഒരു ഗൈഡ് വയർ അത് നെഞ്ചിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധമനിയിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും സുമയ്യയ്ക്കുണ്ട്. നീതി തേടി UDF സർക്കാരിനെ സമീപിക്കും. മാത്രമല്ല ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യം നേരിൽ കണ്ട് അറിയിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സുമയ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഒരു ഗൈഡ് വയർ നെഞ്ചിനകത്തുണ്ട്, അത് ഇനി പുറത്തെടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. അകത്തിരുന്നാലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡി ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന നെഞ്ചിനകത്ത് വെച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് എന്ത് ഭീകരാവസ്ഥയാണ്. ബന്ധപ്പെട്ട ഡോക്ടർമാരൊക്കെ മനസ്സിലാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.